ഹായ്, ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കേട്ടാ. അവനറിയില്ല ഞാൻ റൂമിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം അവനറിയില്ല. കേക്ക് വാങ്ങിച്ച് ഡ്രസ്സ് വാങ്ങിച്ചത് മാത്രമേ പുള്ളിക്കാരൻ അറിയാം. അങ്ങനെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ റൂമിനകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. കണ്ട് അന്തം വിട്ട് കുന്തം മെഴുകിയോലെ നിൽക്കുവാണ്. ആശാൻ ചിരിക്കണോ ആകെപ്പാടെ വണ്ടർ അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കിളി പോയ അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. ഗിഫ്റ്റുകളൊക്കെയാണ് നോക്കുന്നത്. ആദ്യമേ ചെന്ന് ഗിഫ്റ്റ് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് കെട്ടിലിരിക്കുന്നതെന്ന്. എന്നിട്ടൊക്കെ ഇതൊക്കെ നോക്കുവാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞൂട്ടോ. ഇങ്ങനെ രണ്ട് കണ്ണ് കൊണ്ടക്കണ്ണ് ഇങ്ങനെ പുറത്തോട്ടെടുത്ത് നോക്കിയാണ്. രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായാലും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി കേക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്ക് ഞാൻ അവൻ ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്പൈഡർമാൻ്റെ കേക്കാണ് കേട്ടോ വാങ്ങിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എന്തായാലും വീട്ടിൽ നേട്ടിട്ടുണ്ടായിരുന്നു അവളുടെ കടയുടെ കേക്കിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാൻ സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്പൈഡർമാൻ്റെ കുടയൊക്കെ ഉണ്ട്. സ്പൈഡർമാൻ്റെ തൊപ്പി ഞാൻ തുണി എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മാക്സിമം എടുത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് മുതലാവില്ല മോനെ അങ്ങനെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനതൊക്കെ അങ്ങനെ വെച്ച് അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്തു. മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് അവന് കൊടുത്തു. പിന്നെ അവൻ്റെ ചേട്ടൻ അപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവനും കൊണ്ടുവന്ന് കൊടുത്ത് അമ്മയ്ക്കും കൊടുത്ത്. പിന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കണം. 2-3 ജോഡി ഡ്രസ്സൊക്കെ മേടിച്ച് ചെരുപ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് വാച്ച് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അമ്മ 50 രൂപയുള്ളതായിരുന്നാലും വേണ്ടല്ലോ ഒരു വാച്ച് വേണം. അങ്ങനെ ഞാനൊരു കുറഞ്ഞ വാച്ചാണ് കേട്ടോ മേടിച്ച് ഗിഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഒരു ടോയ്സ് ഒരു കാറ് മേടിച്ചു. അപ്പോൾ ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. JCB നോക്കിയിട്ട് എൻ്റെ പൈസയ്ക്ക് നിന്ന് ഞാൻ കാറ് മേടിച്ചു. ഇതവരെ കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. നല്ലൊരു വാച്ച്. ഇത് 1 ഇയർ വാറൻറ്റിയൊക്കെ ഉള്ള നല്ല വാച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനങ്ങ് മാറ്റി വെച്ച്. എന്തായാലും ഞാൻ ഒരെണ്ണം മേടിച്ച് കൊടുത്തില്ല, അത് കെട്ടിക്കൊണ്ട് നടക്കട്ടെ. എന്തായാലും ഇവനെ 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പാർട്സ് അവൻ ഊരിയെടുക്കും. അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വോയിസൊക്കെ ഇടുന്നത്. ഇതിനെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ കെട്ടിക്കൊടുത്ത് ഇന്ന് സ്കൂളിലൊക്കെ കെട്ടിക്കൊണ്ട് പോയായിരുന്നു കേട്ടോ. പുള്ളിക്കാരത് നല്ല വാച്ചായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ അവന് വേണ്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ബിരിയാണിയും ഞാൻ സെപ്പറേറ്റ് എല്ലാം വെച്ചത്. ബിരിയാണിയും പിന്നെ സലാഡ്, ഇറച്ചി, ചിക്കൻ വെച്ചു. പിന്നെ കുറച്ച് അച്ചാറും പുറച്ചക്കയും കൂടെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ ബൈ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.